ഓർമ്മയ്ക്കായി ഭാഗം 61. മാലതി ചേച്ചി അവിടെ നിന്നും പോന്നു. അമ്മു അതുമായിട്ട് ക്ഷേത്രത്തിലേക്ക് പോന്നു. അപ്പോഴാണ് അവിടെ നിന്നും നന്ദൻ അമ്മുവിൻ്റെ അടുത്തേക്ക് വന്നത്. ആൽഫി എവിടെ? നന്ദൻ ചോദിച്ചു. അവിടെയുണ്ട്, ഞാനൊന്ന് കണ്ടിട്ട് വരട്ടെ. അത് നടയിലേക്ക് വച്ച് പ്രാർത്ഥിച്ചോളൂ. നന്ദൻ പറഞ്ഞുകൊണ്ട് നടന്നുപോയി. അമ്മു അതുമായിട്ട് നടയിലേക്ക് ചെന്നു. അത് ദേവി നടയിലേക്ക് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ആൽഫിയും നന്ദനും കൂടി സംസാരിച്ചുകൊണ്ട് അങ്ങോട്ട് വരുന്നത്. അപ്പോഴാണ് നടയിൽ അമ്മുവിനോട് ചേർന്ന് നിന്ന് തൊഴുതു നിൽക്കുന്ന ആളെ കണ്ട് ആൽഫിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. ദേവി നടയിലെ ആ കാഴ്ച കണ്ട നന്ദൻ ആൽഫിയുടെ മുഖത്തേക്ക് നോക്കി. ആൽഫിയുടെ മുഖത്തെ ദേഷ്യം അവന് മനസ്സിലാകുന്നുണ്ടായിരുന്നു. ആൽഫി വേഗം അങ്ങോട്ട് നടക്കാൻ പോയതും നന്ദൻ പെട്ടെന്ന് അവൻ്റെ കയ്യിൽ പിടിച്ചു. വേണ്ട, ഞാൻ പോയിക്കോളാം. അങ്ങോട്ട് ചെന്ന് പ്രശ്നമാക്കല്ലേ. അത് ആരാണെന്ന് നമുക്കറിയില്ല, നന്ദൻ പറഞ്ഞു. ആൽഫി അവൻ്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് ദേവി നടയിലേക്ക് നടന്നു. നന്ദനും തൊട്ടു പുറകെ തന്നെ ചെന്നു. അമ്മു! ആൽഫി ദേഷ്യത്തോടെ വിളിച്ചതും അമ്മു കണ്ണു തുറന്നു. ആൽഫിയെ നോക്കി. അവൾ ഒന്ന് പുഞ്ചിരിച്ചു. പെട്ടെന്നാണ് തൻ്റെ അടുത്ത് ആരോ നിൽക്കുന്നത് പോലെ അവൾക്ക് തോന്നിയത്. അവൾ മുഖം ചരിച്ച് നോക്കിയപ്പോൾ തനിക്ക് ഇതുവരെ പരിചയമില്ലാത്ത ഒരാൾ തൻ്റെ അടുത്ത് നിൽക്കുന്നത് കണ്ടതും അവൾ പെട്ടെന്ന് അവിടെ നിന്ന് നീങ്ങി. അവളെ തന്നെ നോക്കി നിൽക്കുന്ന ആളെ കണ്ടതും അവൾ അയാളെ ഒന്ന് തുറിച്ചു നോക്കി. ആൽഫിയും അവനെ തന്നെ നോക്കുകയായിരുന്നു. കഴിഞ്ഞില്ലേ? ആൽഫി ചോദിച്ചു. കഴിഞ്ഞു, അമ്മു പറഞ്ഞു. എന്നാ വാ, ആൽഫി പറഞ്ഞു. അവൾ ആൽഫിയുടെ ഒപ്പം നടന്നു. അവനെ നോക്കിക്കൊണ്ട് ആൽഫി അമ്മുവിൻ്റെ ഒപ്പം നടന്നു. അവർ രണ്ടുപേരും നടന്നു പോകുന്നത് ദേവി നടയിൽ നിന്നും അയാൾ നോക്കി നിന്നു. അത് കണ്ട നന്ദൻ, ആരാ? ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ, നന്ദൻ ചോദിച്ചു. ഇനി കാണാലോ നന്ദഗോപൻ, ഞാൻ അഗ്നിദേവ്. മാണിക്യത്താന്മാരുടെ വീട്ടിൽ കുറച്ചുനാൾ ഉണ്ടാകും, അവൻ പറഞ്ഞുകൊണ്ട് ഉടുത്തിരുന്ന മേൽമുണ്ട് ഒന്നുകൂടി വീച്ചി പുതച്ചുകൊണ്ട് നടന്നു. അവൻ നടന്നു പോകുന്നത് നന്ദൻ നോക്കി നിന്നു. പിന്നെ ആൽഫിയും അമ്മുവും പോയ ഭാഗത്തേക്കും നന്ദൻ നോക്കി. മനയുടെ അകത്തേക്ക് കയറിയിട്ടും ആൽഫിയുടെ ദേഷ്യം മാറുന്നുണ്ടായിരുന്നില്ല. എന്തായി ചായ? അമ്മു ചോദിച്ചു. ഒന്നുമില്ല, അവൻ അല്പം ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അവിടെയുള്ള ഊഞ്ഞാൽ കട്ടിലിൽ ഇരുന്നു. അവിടേക്ക് ആൻസിയും വന്നു. കയ്യിൽ കോഫി കപ്പും ഉണ്ട്. അവരെ കണ്ടതും, നിങ്ങൾ വന്നോ? ചേച്ചി കോഫി എടുക്കുന്നുണ്ട്, ഞാൻ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു പോകാൻ പോയതും, വേണ്ട, ഞാൻ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് അമ്മു കിച്ചണിൻ്റെ ഭാഗത്തേക്ക് ചെന്നു. അവൾ ചെന്ന് അവൾക്കും ആൽഫിക്കുമുള്ള കോഫിയുമായിട്ട് വന്നു. അപ്പോഴും വലിഞ്ഞ മുഖത്തോടെ ഇരിക്കുന്ന ആൽഫിയെ കണ്ടതും അമ്മു ഒരു കോഫി കപ്പ് അവന് നേരെ നീട്ടി. കോഫി കപ്പിലേക്കും പിന്നെ അമ്മുവിൻ്റെ മുഖത്തേക്ക് നോക്കി. എന്തിനാ ഇപ്പോൾ ഈ ദേഷ്യം കാണിക്കുന്നത്? അമ്മു ചോദിച്ചതും, തൊട്ടടുത്ത് ഒരാൾ വന്ന് നിന്നിട്ടും, അതും അവൻ നിന്നെ തന്നെ നോക്കി നിന്നിട്ടും, അതുപോലും അറിയാതെ എന്ത് പ്രാർത്ഥനയായിരുന്നു നീ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്? അല്പം ദേഷ്യത്തോടെ ആൽഫി ചോദിച്ചതും അമ്മു കണ്ണുകൾ വിടർത്തി അവനെ നോക്കി. പിന്നെ കയ്യിലുണ്ടായിരുന്ന കോഫി കപ്പ് അവിടെ മാറ്റി വെച്ചുകൊണ്ട് ആൻസിയെ ഒന്ന് നോക്കി. അവർ പറയുന്നത് കേട്ട് ഒന്നും മനസ്സിലാകാതെ വാപ്പൊളിച്ചു നിൽക്കുന്ന അവളെ കണ്ടതും അമ്മുവിന് ചിരി വരുന്നുണ്ടായിരുന്നു. പക്ഷേ അവൾ ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് ആൽഫിയുടെ അടുത്തേക്ക് നിന്നു. അവൻ്റെ മുഖം രണ്ട് കൈയിലും പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചത് എന്താണെന്നറിയോ? എല്ലാവരും പേടിയോടെ വിളിക്കുന്ന നരിക്കുന്നേൽ നരിയെ എനിക്ക് തന്നതിന് ഒത്തിരി നന്ദി പറയുകയായിരുന്നു ഞാൻ. ഒരാപത്ത് പോലും പറ്റാതെ, ഒരു മുള്ളു പോലും കൊള്ളാതെ കാത്തുകൊള്ളാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. എൻ്റെ പ്രാണനാണ്, ആ പ്രാണന് ഒരു വേദനയും കൊടുക്കരുതെന്നും, അങ്ങനെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് എനിക്ക് തന്നോളാനുമാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അമ്മ പറഞ്ഞതും ആൽഫിയുടെ കണ്ണുകൾ വിടർന്നു. അവൻ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ആൽഫി അവളെ പിടിച്ച് അവൻ്റെ മടിയിലേക്ക് ഇരുത്തി. അത് കണ്ട് ആൻസി ഒന്ന് ഞെട്ടി. പിന്നെ അവളുടെ കയ്യിലുണ്ടായിരുന്ന കോഫി കപ്പ് പിടിച്ചുകൊണ്ട് അവൾ വേഗം കിച്ചണിലേക്ക് ഓടി. അവളുടെ പോക്ക് കണ്ട ആൽഫി ഒന്ന് ചിരിച്ചു. പിന്നെ മടിയിലിരിക്കുന്ന അവൻ്റെ പെണ്ണിനെ ഒന്ന് നോക്കി. നിന്നെ ആരും നോക്കുന്നത് എനിക്കിഷ്ടമല്ല, നീ ആരുടെയും അടുത്ത് ചേർന്ന് നിൽക്കുന്നതും എനിക്കിഷ്ടമല്ല, ആൽഫി പറഞ്ഞതും അമ്മു അവളുടെ ഇടത് കൈ അവൻ്റെ കവിളിൽ വെച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ അടുത്ത് ആരും ചേർന്ന് നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല, എന്നെ ആരും നോക്കുന്നതും എനിക്കിഷ്ടമല്ല. എന്നെ നോക്കുവാൻ, എന്നെ ചേർത്ത് പിടിക്കുവാൻ, എൻ്റെ അടുത്ത് നിൽക്കാൻ എല്ലാം എൻ്റെ ഇച്ഛായൻ മതി, എൻ്റെ ഇച്ഛായൻ മാത്രം. അവളും അതേ രീതിയിൽ പറഞ്ഞതും അവൻ ഒരു കുറുമ്പോടെ അവളുടെ അരയിലായി
അവൻ്റെ കൈകൾ അമർത്തി. അവളൊന്ന് പിടഞ്ഞു. അവളുടെ നെറ്റിയിലെ ചന്ദനത്തിൻ്റെ മണം അവൻ ആഞ്ഞു വലിച്ചു. പിന്നെ പതിയെ അവളുടെ ചുണ്ടിൽ ഒന്ന് ചുംബിച്ചുകൊണ്ട് തല ഉയർത്തി. തന്നെ നോക്കിയിരിക്കുന്ന അമ്മുവിനെ കണ്ടതും റൂമിലേക്ക് പോയാലോ? ആൽഫി ചോദിച്ചതും അമ്മു വേഗം അവൻ്റെ മടിയിൽ നിന്നും എഴുന്നേറ്റു. അവളുടെ ആ പ്രവൃത്തി കണ്ടതും ആൽഫി ചിരിച്ചു പോയി. ഞാൻ പോയി ഡ്രസ്സ് മാറിയിട്ട് വരാം, എന്നിട്ട് തിരിച്ചു പോകണം. അവിടെ ചെന്നിട്ട് വേണം എല്ലാം എടുത്തു വെച്ച് ഇങ്ങോട്ട് തന്നെ വരാൻ, അമ്മു പറഞ്ഞു. അതാ പറഞ്ഞത് റൂമിലേക്ക് പോയാലോ എന്ന്. ഡ്രസ്സ് മാറാൻ ആൽഫി പറഞ്ഞു. അല്ല, എൻ്റെ കൊച്ച് എന്താ വിചാരിച്ചത്? അവൻ അവളുടെ അടുത്ത് വന്ന് ചോദിച്ചതും അവൾ അവനെ നോക്കി. ഞാനൊന്നും വിചാരിച്ചില്ല എന്ന് പറഞ്ഞ് അവൾ വേഗം പടികൾ കയറി മുകളിലേക്ക് പോയി. എനിക്കങ്ങോട്ട് വരാമോ എന്ന് ചോദിച്ചുകൊണ്ട് നോക്കുന്ന ആൻസിയെ കണ്ടതും ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞ് അല്പം ഗൗരവത്തിൽ ആൽഫി വിളിച്ചതും എന്തൊക്കെ ഞങ്ങൾ ഇനി കാണണം? എൻ്റെ കർത്താവേ, എൻ്റെ ആൽഫി ചൈൻ ഇത്രയും റൊമാൻറ്റിക് ആയിരുന്നോ? അല്ല, ഇതെൻ്റെ ആൽഫി ചൈനല്ല, അവൾ പറഞ്ഞു. അവൻ്റെ മുന്നിൽ വന്നു നിന്ന് പറയുന്ന അവളെ കണ്ടതും കഴിഞ്ഞോ? നിന്റെ നാടകം കഴിഞ്ഞോ? കഴിഞ്ഞെങ്കിൽ മുന്നിൽ നിന്ന് മാറി നിൽക്ക്, നാടകം കളിക്കാതെ എന്ന് പറഞ്ഞ് അവൻ അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് മുകളിലേക്ക് പടികൾ കയറി. അതെ, വേഗം വരണം, വീട്ടിൽ പോകാനുള്ളതാണ്, ആൻസി വിളിച്ച് പറഞ്ഞതും അവൻ പടികളിൽ നിന്നുകൊണ്ട് തന്നെ അവളെ തിരിഞ്ഞൊന്ന് നോക്കി. ആ നോട്ടം കണ്ടതും അവൾ മുകളിലെ സീലിങ്ങിൻ്റെ ഭംഗി നോക്കുന്നത് പോലെ നിന്നു. അത് കണ്ടതും ആൽഫി ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് മുകളിലേക്ക് കയറിപ്പോയി. അവൻ റൂമിലേക്ക് ചെല്ലുമ്പോൾ വാതിൽ അടഞ്ഞു കിടക്കുകയായിരുന്നു. വാതിലിൽ തള്ളിയതും തുറന്നു. അമ്മു ഡ്രസ്സ് മാറിക്കഴിഞ്ഞിരുന്നു. ഒരു ബ്ലാക്ക് ചുരിദാർ തന്നെയാണ് അവൾ എടുത്തിരുന്നത്. അവൻ വന്ന് അമ്മുവിനെ നോക്കി. കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുന്ന അവളെ കണ്ടതും അവൻ അവളുടെ അടുത്തേക്ക് വന്നു. അമ്മു, ആ വന്നു നിന്ന ആളെ നീ കണ്ടിട്ടുണ്ടോ ഇതിനു മുമ്പ്? ആൽഫി അവളോട് ചോദിച്ചു. ഇല്ലേ ചായ, ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്, അവൾ പറഞ്ഞു. നനഞ്ഞ മുടി ചീകി ഉണക്കിയിടുകയായിരുന്നു അവൾ. എന്താ ചായ? അത് ഇവിടെ അടുത്തുള്ള ആരെങ്കിലും ആയിരിക്കും. ഇച്ചാൻ ഇതുവരെ അങ്ങനെ ഒരാളെ ഇവിടെ കണ്ടിട്ടില്ലേ? അമ്മു ചോദിച്ചു. ഇല്ല, ആൽഫി പറഞ്ഞു. അയാൾ ഏതെങ്കിലും ബന്ധുവീട്ടിൽ വന്നതായിരിക്കും. ചിലപ്പോൾ രാവിലെ ക്ഷേത്രം തുറക്കാനുള്ള മണിയടി ശബ്ദം കേട്ട് ഇങ്ങനൊരു അമ്പലം ഉണ്ടെന്ന് അറിഞ്ഞ് ആരെങ്കിലും തൊഴാൻ വന്നതായിരിക്കും, അമ്മ പറഞ്ഞു. അതാരെങ്കിലും ആകട്ടെ, എൻ്റെ ഇച്ചാൻ അതൊന്ന് ആലോചിച്ച് നിൽക്കാതെ ഈ മുണ്ടും ഷർട്ടും ഇട്ടിട്ട് ഇനി തറവാട്ടിലേക്ക് പോകണ്ട. ഇത് കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും പറയോ ഇതൊരു ക്രിസ്ത്യാനി ചെക്കനാണെന്ന്? എൻ്റെ ഇച്ചാൻ്റെ മുന്നിൽ ആ അമ്പലത്തിലേക്ക് വരുന്ന ചെക്കന്മാരൊക്കെ മാറി നിൽക്കും. എന്താ ലുക്കെന്നറിയോ? അവൾ പറഞ്ഞു. ആണോ? അവൻ ചോദിച്ചുകൊണ്ട് അവളുടെ അരയിലൂടെ പിടിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. മതി, ഇനി എവിടെ ചെന്ന് നിൽക്കുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് കൈവിട്ടേ, എന്നിട്ട് വേഗം ഡ്രസ്സ് മാറിക്കേ, അവൾ പറഞ്ഞു. ഞാൻ മാറുന്നില്ല, എനിക്കിത് മതി, എൻ്റെ പെണ്ണിന് ഇഷ്ടമായതല്ലേ, പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ നടക്കാറുണ്ട്, അതുകൊണ്ട് ആരും എന്നെ സംശയിക്കില്ല. അപ്പോൾ ഇത് തന്നെയാണ് ഇടുന്നത്? അവൾ ചോദിച്ചു. അതെ, ഞാൻ ഇത് തന്നെയാണ് ഇടുന്നത്, അവൻ പറഞ്ഞു. അവൾ എടുത്തു വെച്ച ഡ്രസ്സ് വീണ്ടും അലമാരയിലേക്ക് എടുത്തു വെച്ച് എന്നാ പോയാലോ, അവിടെ ആൻസി പോകാൻ വേണ്ടി നിൽക്കുകയാണ്, ആൽഫി പറഞ്ഞു. പോകാം എന്ന് പറഞ്ഞ് രണ്ടുപേരും ഒരുമിച്ച് താഴേക്കിറങ്ങി. അവർ താഴേക്ക് വന്ന് വണ്ടിയിലേക്ക് കയറാൻ പോയപ്പോഴാണ് നന്ദൻ അങ്ങോട്ട് വന്നത്. ആൽഫി, അയാൾ എന്നോട് പേര് പറഞ്ഞു. നന്ദൻ പറഞ്ഞതും ആൽഫി അവൻ്റെ മുഖത്തേക്ക് നോക്കി. അഗ്നിദേവ്. ആ പേര് പറഞ്ഞതും ആൽഫിയുടെ നെറ്റിയൊന്ന് ചുളുങ്ങി. അഗ്നിദേവ്. അവൻ മനസ്സിൽ ആ പേര് പറഞ്ഞു. നീ കേട്ടിട്ടുണ്ടോ ആ പേര്? നന്ദൻ ചോദിച്ചു. ഇല്ല എന്ന് മാത്രം പറഞ്ഞ ആൽഫി വണ്ടിയിലേക്ക് കയറി. ഇപ്രാവശ്യം വണ്ടിയുടെ മുൻസീറ്റിൽ ഇരുന്നത് ആൻസിയായിരുന്നു. പുറകിലാണ് അമ്മു ഇരുന്നത്. വണ്ടി നരിക്കുന്നൽ വീട്ടിൽ ചെന്ന് നിന്നതും അവർ 3 പേരും ഇറങ്ങി. പുറത്ത് തന്നെ ആൽഫിയുടെ അമ്മച്ചിയും അപ്പച്ചനും വല്യമ്മച്ചിയും നിൽക്കുന്നുണ്ടായിരുന്നു. വണ്ടിയിൽ നിന്നും ഇറങ്ങിയ അവർ അവരുടെ അടുത്തേക്കാണ് ചെന്നത്. എന്താ ഇവിടെ ഒരു ആൾക്കൂട്ടം? ആൻസി ചോദിച്ചതും ആൽഫിയുടെ അപ്പച്ചൻ തിരിഞ്ഞു നോക്കി. ഇവിടെ ആൾക്കൂട്ടം എന്ന് പറയാൻ ഞങ്ങൾ 3 പേരല്ലേ ഉള്ളൂ, ആൽഫിയുടെ അപ്പച്ചൻ പറഞ്ഞതും തമാശ പറഞ്ഞതാണോ വലിയ പപ്പ? ആൻസി ചോദിച്ചു. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. ആൾക്കൂട്ടം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് വേണ്ടേ? ഇതിപ്പോൾ ഞങ്ങൾ 3 പേര് മാത്രമല്ലേ ഉള്ളൂ. ഞങ്ങൾ 3 പേര് മാത്രം ഉള്ളതിനെ ആൾക്കൂട്ടം എന്ന് പറയില്ല കേട്ടോ, അദ്ദേഹം പറഞ്ഞതും ഇനി എന്നെ പഠിപ്പിക്കണ്ട. ഭാര്യയാണ് ടീച്ചർ എന്ന് വിചാരിച്ചു. അല്ല,
ഭർത്താവ് അതിനപ്പുറമാണ്, അവൾ പറഞ്ഞു. അത് പോട്ടെ, എന്താ ഇവിടെ ഒരു ചർച്ച, അവൾ ചോദിച്ചത്. അതിന് അയ്യോ, ചർച്ചയല്ല, എന്താ നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നത്? അദ്ദേഹം എന്തോ പറയാൻ വന്നതും പെട്ടെന്ന് അവൾ ചോദിച്ചു. അല്ല, ഇന്ന് ഇവന്റ് മാനേജ്മെൻറ്റ് വരൂ എന്നല്ലേ പറഞ്ഞത്? അവർ എവിടെയായിരിക്കും സ്റ്റേജ് അറേഞ്ച് ചെയ്യാൻ പോകുന്നത്, എവിടെയായിരിക്കും പാർക്കിങ്ങിന് സൗകര്യം, ഫുഡ് അറേഞ്ച് ചെയ്യേണ്ടത് എന്നെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കായിരുന്നു, ആൽഫിയുടെ അപ്പച്ചൻ പറഞ്ഞു. എന്നിട്ട് ചർച്ചയുടെ മുഖ്യ കാർമ്മികത്വം വഹിക്കേണ്ട വല്യപ്പച്ചൻ എവിടെ? ആൻസി അകത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇവിടെ ഉണ്ടായിരുന്നു, അമ്മുവിൻ്റെ മുത്തച്ഛൻ എന്തോ കാര്യത്തിന് വിളിച്ചിട്ട് പോയതാണ് എന്ന് പറഞ്ഞു വല്യമ്മച്ചി. അമ്മു അവരെ നോക്കി ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. അവൾ പോയതും അവളുടെ പുറകെ തന്നെ ആൽഫിയും. അവർ ചെന്നപ്പോൾ ഹാളിൽ മുത്തച്ഛനും വല്യപ്പച്ചനും ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അവരെ കണ്ടതും രണ്ടുപേരും സംസാരം നിർത്തി. ആൽഫി, ഇന്നു മുതൽ കല്യാണത്തിൻ്റെ തിരക്കായിരിക്കും, നീ ഇവിടെ ഉണ്ടാകില്ലേ? വല്യപ്പച്ചൻ ചോദിച്ചു. ഉണ്ടാകും, അവൻ പറഞ്ഞു. അപ്പോഴേക്കും ആൽഫിയുടെ അപ്പച്ചനും അമ്മച്ചിയും വല്യമ്മച്ചിയും അകത്തേക്ക് കയറി വന്നു. പിന്നെ അവരുമായി സംസാരം. അമ്മുവും ആൻസിയും കൂടി കിച്ചണിലേക്ക് നടന്നു. അവിടെ വല്യമ്മച്ചിയും ആൽഫിയുടെ അമ്മച്ചിയും സഹായിച്ചുകൊണ്ട് നിന്നു. അതെ, അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് മീനച്ചാറും പിന്നെ ഇറച്ചി അച്ചാറും എല്ലാം തന്നുവിട്ടാൽ ഉപകാരമായിരുന്നു, ആൻസി പറഞ്ഞു. അത് കഴിക്കാമെന്ന് വിചാരിച്ച് മോൾ അങ്ങോട്ട് പോകണ്ട, അവിടെ വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ കഴിക്കൂ. അതുകൊണ്ട് നോൺ വെജ് കഴിക്കണമെന്നുണ്ടെങ്കിൽ മോൾ ഇവിടെ നിൽക്കുന്നതായിരിക്കും നല്ലത്. വെറുതെ അവിടെ പോയി ഈ കൊച്ചിനെ കഷ്ടപ്പെടുത്താൻ നിൽക്കണ്ട, വല്യമ്മച്ചി പറഞ്ഞു. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഭക്ഷണം കഴിക്കുന്ന സമയം ഇവിടെ വരും, അത് കഴിയുമ്പോൾ പോകും. ദാ ആ കാണുന്ന പറമ്പ് വഴി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വേഗം ഇവിടെ എത്താലോ. അല്ലെങ്കിൽ ഞങ്ങൾ കിടക്കൽ മാത്രമേ അവിടെ ഉണ്ടാകൂ, പിന്നെ ഇവിടെ ആയിരിക്കും. ഇനിയിപ്പോൾ കല്യാണത്തിരക്കൊക്കെ ആയില്ലേ, ആൻസി പറഞ്ഞു. അപ്പോഴേക്കും ഓരോരുത്തരായി എഴുന്നേറ്റ് കിച്ചണിലേക്ക് വന്നു. പിന്നീട് അവിടെ തിരക്കായി. എല്ലാവരും ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അമ്മുവും കൂട്ടരും അങ്ങോട്ട് പോകാനായി ഇറങ്ങി. കാറിലേക്ക് എല്ലാം എടുത്തു വയ്ക്കുകയായിരുന്നു. അമ്മുവിൻ്റെ പുതിയ കാറിലായിരുന്നു അമ്മുവിൻ്റെ ലഗേജ് എല്ലാം എടുത്തു വയ്ക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു പെട്ടി കൂടി ഉണ്ടായിരുന്നു. അത് ആൽഫിയുടെ ആയിരുന്നു. അത് പക്ഷേ ആർക്കും അറിയില്ലായിരുന്നു. അമ്മുവാണ് അത് എടുത്തു വെച്ചത്. എല്ലാവരോടും പറഞ്ഞ് അവർ മനയിലേക്ക് യാത്ര തിരിച്ചു. സങ്കടമൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് കിടക്കാൻ വേണ്ടി മാത്രമുള്ള പോക്കായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. പിന്നീട് എല്ലാവരും ഇവിടെ തന്നെയായിരിക്കും എന്ന് അറിയാവുന്നത് കൊണ്ട് ആർക്കും സങ്കടമൊന്നും തോന്നിയില്ല. മനക്കിലെത്തിയതും ആൽഫി നോക്കിയത് മാണിക്കത്താന്മാരുടെ വീട്ടിലേക്കാണ്. അപ്പോഴേക്കും എല്ലാവരും അവരുടെ ബാഗെല്ലാം എടുത്ത് അകത്തേക്ക് കൊണ്ടുപോയിരുന്നു. മുത്തശ്ശൻ അകത്തേക്ക് കയറാൻ പോയതും ആൽഫി വിളിച്ചു. മുത്തശ്ശ. ആൽഫിയുടെ വിളി കേട്ടതും മുത്തച്ഛൻ ആൽഫിയുടെ അടുത്തേക്ക് വന്നു. മുത്തച്ഛന് ഒരു അഗ്നിദേവിനെ അറിയുമോ? മുത്തച്ഛൻ ആ പേര് കേട്ടതും ഞെട്ടുന്നത് ആൽഫി കണ്ടിരുന്നു. അതെന്താ ആൽഫി അങ്ങനെ ചോദിക്കാൻ കാരണം? മുത്തച്ഛൻ ചോദിച്ചു. ഒന്നുമില്ല, ഞാൻ ചോദിച്ചതാണ്. ഞാൻ അമ്മുവിൻ്റെ അമ്മയെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞ് ആൽഫി ഫോൺ എടുത്ത് അമ്മുവിൻ്റെ അമ്മയെ വിളിച്ചു. ആദ്യത്തെ പ്രാവശ്യം റിങ് ചെയ്തപ്പോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല. രണ്ടാമത്തെ പ്രാവശ്യം അവർ അറ്റൻഡ് ചെയ്തു. ആദ്യം ആൽഫി വിശേഷങ്ങളെല്ലാം ചോദിച്ചു. എന്നാണ് ഇങ്ങോട്ട് വരുന്നത് എന്ന് ചോദിച്ചു. അതിനുശേഷമാണ് ആൽഫി അഗ്നിദേവിനെക്കുറിച്ച് ചോദിക്കുന്നത്. ഞാനത് നിന്നോട് നേരിട്ട് പറയാം എന്ന് ആൽഫിയോട് പറഞ്ഞെങ്കിലും അത് പറ്റില്ല അമ്മ. അമ്മ വരുന്നതുവരെ കാത്തു നിൽക്കാൻ പറ്റില്ല എന്നും അയാൾ ആരാണെന്നും അയാൾ ഇവിടെ അമ്മുവിൻ്റെ തൊട്ടടുത്ത് എത്തിയെന്നും ആൽഫി പറഞ്ഞു. അത് കേട്ട് ഒരു ഞെട്ടലിലായിരുന്നു അമ്മുവിൻ്റെ അമ്മ. അഗ്നി അവിടെ എത്തിയോ? എത്തി. ഇന്ന് ഈ മനയിൽ ആ ദേവി നടയിൽ എൻ്റെ അമ്മുവിൻ്റെ ഒപ്പം അവൻ നിന്നു. ആൽഫി അത് പറയുമ്പോൾ അവൻ്റെ ഉള്ളിലെ ദേഷ്യം മനസ്സിലാകുന്നുണ്ടായിരുന്നു. എന്നാൽ അതിനേക്കാൾ 10 മടങ്ങ് വേഗത്തിൽ അമ്മുവിൻ്റെ അമ്മയുടെ ഹൃദയമെടുപ്പ് കൂടുന്നുണ്ടായിരുന്നു. ആൽഫി, അമ്മുവിനെ അവൻ കണ്ടോ? കണ്ടു. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അമ്മുവിൻ്റെ തൊട്ടടുത്ത് അവളെ നോക്കി അവനുണ്ടായിരുന്നു. എൻ്റെ ദേവി, എൻ്റെ കുഞ്ഞ്. ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ അടുത്ത് നിന്ന് പോലും മാറി നിന്നത് അവനെ ഒരാളെ പേടിച്ചായിരുന്നു. ഞാനുണ്ടെങ്കിൽ എൻ്റെ മോളെ തിരിച്ചറിയാൻ അവന് എളുപ്പമായിരിക്കുമെന്ന് തോന്നി. എന്നിട്ടും അവൻ അവിടെ എത്തിയോ? ഇനി അമ്മു ആരാണെന്ന് അറിയാതെയായിരിക്കോ അവൻ അവിടെ വന്നത്? അമ്മ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ എന്താ പറയാ? ആദ്യം അമ്മ അഗ്നിദേവ് ആരാണെന്ന് പറയും. അവൻ എന്തിനാ അമ്മുവിനെ അന്വേഷിച്ച് നടക്കുന്നത് എന്ന് എനിക്കറിയണം. എന്നാൽ മാത്രമേ
എനിക്ക് എൻ്റെ അമ്മുവിനെ അവൻ്റെ അടുത്ത് നിന്നും രക്ഷിക്കാൻ പറ്റൂ. ആൽഫി പറഞ്ഞു. മോനെ ആൽഫി, അങ്ങനെ നീ പറയല്ലേ. അവളെ രക്ഷിക്കാൻ നിനക്ക് മാത്രമേ പറ്റൂ. നിന്റെ കയ്യിൽ എൻ്റെ മോള് സുരക്ഷിതയായിരിക്കൂ. അവർ പറഞ്ഞു. ഞാൻ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തും, അവർ പറഞ്ഞു. അമ്മ നാട്ടിലെത്തുന്നതിന് മുമ്പ് എനിക്ക് അമ്മയെ കാണണം. എവിടെ വെച്ച് എങ്ങനെ എന്ന് അമ്മയ്ക്ക് തീരുമാനിക്കാം. ആദ്യം എന്നെയും അമ്മുവിനെയും കണ്ടതിന് ശേഷം മാത്രമേ അമ്മ ഈ നാട്ടിലേക്ക് വരാൻ പാടുള്ളൂ. എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും അമ്മുവിനെയും കൊണ്ട് അമ്മ പറയുന്നിടത്ത് ഞാൻ എത്തിയിരിക്കും, ആൽഫി പറഞ്ഞു. അവരുടെ മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ ആൽഫി ഫോൺ കട്ട് ചെയ്തു. അവൻ മാണിക്കത്താന്മാരുടെ വീട്ടിലേക്ക് ഒന്ന് നോക്കി. പിന്നെ അടുത്ത് നിൽക്കുന്ന മുത്തശ്ശനെ ഒന്ന് നോക്കി. എനിക്ക് മുത്തശ്ശനോട് സംസാരിക്കാനുണ്ട്. ഇവിടെ വെച്ച് വേണ്ട, പിന്നെ ഞാൻ വരാം. ഇപ്പോൾ എനിക്ക് അത്യാവശ്യമായിട്ട് സ്ഥലം വരെ പോകാനുണ്ട് എന്ന് പറഞ്ഞ് ആൽഫി അവിടെ നിന്നും മടങ്ങുമ്പോൾ ആൽഫിയെ നോക്കി നിൽക്കുന്ന ഒരു ജോഡി കണ്ണുകളെ അവൻ കണ്ടില്ല. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത്. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.